ഹായ് ഹലോ. അപ്പോൾ സമയം 6:30 മണിയായിട്ടുണ്ട്. അതൊന്ന് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ അടുക്കളയിൽ കയറാൻ വിചാരിച്ചു. എന്ന് ലേറ്റായിട്ടേ പോകത്തുള്ളൂ സ്കൂളിൽ. അതുകൊണ്ട് രാവിലെ തന്നെ കയറി ചായക്ക് വെള്ളം വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചായ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്ത് വയ്ക്കാനുണ്ട്. ചിക്കൻ പീസസ് ഉണ്ട് കുറച്ച്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വയ്ക്കാൻ വിചാരിച്ചു. നെച്ചോറും ചിക്കൻ കറി കൊടുത്തു വിടാൻ വിചാരിച്ചു. അതും ലഞ്ചായിട്ട്. പിന്നെ ദോശമാവ് ഇരിപ്പുണ്ട്. ദോശമാവ് ചട്നി ആക്കാൻ വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കോവയ്ക്കുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നു. ഇത് രാവിലെ തന്നെ ആദ്യം ഉറങ്ങി എണീറ്റിട്ട് പാലെടുത്ത് വരികയാണ് കേട്ടോ. ശേഷം കളിക്കാൻ വേണ്ടി പോയേക്കാണ്. രാവിലെ തന്നെ ഉറങ്ങി എണീറ്റിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് നോക്കി നിൽക്കാൻ സമയമില്ല. നമുക്ക് വേഗം അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് വറുക്കുകയാണ്. കടുക് വറുത്ത് വറ്റൽമുളകൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് ചട്നി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ അത് വന്ന് ഓരോന്നിങ്ങനെ പറയാണ്, ഞാൻ അങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന്. സ്വപ്നം കണ്ടത് സ്വപ്നത്തിലും ടോയ്സിൻ്റെ കാര്യമാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കോവയ്ക്ക വിഴുക്കുണ്ടാക്കാം. ലേശം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മൂടി വയ്ക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. എനിക്ക് അതുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക വിഴുക്ക്. അതിനുശേഷം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളത് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേഗം മസാല ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് നമ്മൾ കറിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം അതിലേക്ക് തട്ടി ലേശം ഉപ്പ് ഇട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല പോലെ ഉള്ളിയൊക്കെ വാടി സെറ്റായി വന്നോളും. അതിനിടയിൽ കുറച്ച് ചിക്കൻ പീസ് എടുക്കുന്നുണ്ട്. കുറച്ചല്ല, ഒരു 2-3 എണ്ണം അതിൻ്റെ ലഞ്ച് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ലേശം മസാല പറ്റുന്നുണ്ട്. ഞാൻ വിനാഗിരി ഒരുപാട് ഉപയോഗിക്കലില്ല, നാരങ്ങ നീരാണ് ഉപയോഗിക്കൽ. അപ്പോൾ അതും കൂടി ചേർത്ത് കുറച്ച് റവ ചേർക്കുന്നുണ്ട്. അപ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ആ മസാലയ്ക്ക്. അതിൻ്റെ റെസിപ്പി ആണെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ കോവയ്ക്ക വിഴുക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കർ തുറന്ന് അതിൽ ഉള്ളിയൊക്കെ വാടി നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പൊടികളും ഇട്ട് കൊടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ കറിയിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇടാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ആദ്യം ലേശം നെയ്ച്ചോറ് വയ്ക്കുകയാണ്. അതും കുക്കറിൽ തന്നെയാണ്. 2 വിസിലടിഞ്ഞാൽ അപ്പം നെയ്ച്ചോറും റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പെരുംജീരകം കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ നെയ്ച്ചോറും ഇവിടെ സെറ്റായിട്ടുണ്ട്. കൈയോടെ തന്നെ നമ്മൾ ചിക്കൻ പീസസും പൊരിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ അതിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റെഡിയാക്കി അത് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ.